ഹായ് മക്കളെ, ഷെമീം സാറാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് വന്നിരുന്നു അല്ലേ? അപ്പോൾ കുറേ മക്കൾ പറഞ്ഞു സാറേ വെട്ടി ചെറുതാക്കണതിൻ്റെ കണ്ടന്റ് വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതാണല്ലേ, നമ്മൾ ഉറപ്പായിട്ടും വെട്ടി ചെറുതാക്കണതിൻ്റെ കണ്ടന്റ് വീഡിയോ ചെയ്യുന്നത്. ഇത് അതായിട്ടാണ് മാഷിന്ന് വന്നത്. നമുക്ക് എല്ലാവർക്കും വെട്ടി ചെറുതാക്കൽ എങ്ങനെയാണ് ഇന്നത്തോടുകൂടി സിമ്പിളായിട്ട് പഠിക്കാം കേട്ടോ. മക്കൾ ഇത് നോക്കിക്കേ, ഇവിടെ എന്താ തന്നത്? 135 ഡിഗ്രി യെല്ലോ പാർട്ട് തന്നിട്ടുണ്ട് അല്ലേ? ഇതിനെങ്ങനെ നമ്മൾ എഴുതാ? ഇത് മുഴുവൻ 360 360 135 യെല്ലോ പാർട്ട്. ഇങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചതാണല്ലേ. ഇതിനെങ്ങനെ വെട്ടി ചെറുതാക്കാം? നമ്മൾ ഇങ്ങനെ ഫ്രാക്ഷനിൽ എഴുതാൻ പഠിച്ചു, ഇതിനെ വെട്ടി ചെറുതാക്കല്ലേ നമ്മൾ ചെയ്യണ്ടേ? ഇത് നോക്കിയ മക്കളെ, മുകളിലുള്ള സംഖ്യ ഏതാ? 135 ആണല്ലേ. അതിൻ്റെ അവസാനത്തെ അക്ക ഏതാ? ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 5 ആണ്, 5 ആണ്. താഴെയുള്ള സംഖ്യൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 0 അല്ലേ? 0 ആണ്. അങ്ങനെ ഏറ്റവും അവസാനത്തൊക്കെ നമ്മൾ നോക്കുക. അത് ഈവൻ നമ്പർ ആണെങ്കിൽ ഈവൻ നമ്പർ ഏതൊക്കെ? ഈവൻ നമ്പർ 0 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. ഇങ്ങനെയുള്ള അവസാനത്തൊക്കെ ഈവൻ നമ്പർ ആണെങ്കിൽ നിങ്ങൾ മുകളിലും താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിൽ അവസാനത്തൊക്കെ ഈവൻ നമ്പേഴ്സ് ആണോ? 0 ഈവൻ നമ്പർ ആണ്, ഇതിലുണ്ട് അല്ലേ? പക്ഷെ 5 ഇതിലുണ്ടോ? 5 ഈവൻ നമ്പർ ആണോ? അപ്പോൾ നമ്മൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല ഈ സംഖ്യനെ. പിന്നെ അവസാനത്തക്കം നോക്കുക. അവസാനത്തക്കം 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ നിങ്ങൾ അതിനെ മുകളിലും താഴെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട്? 5 കൊണ്ട്. ഇതിൻ്റെ അവസാനത്തക്കം 0, 5 ഇതിലേതെങ്കിലും ഒന്നാണോ? ആണ്, 5 ആണല്ലേ. ഇതിൻ്റെ അവസാനത്തക്കം 0, 5 ഇതിലേതെങ്കിലും ഒന്നാണോ? ആണ്, 0 ആണല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇതിന് മുകളിലും താഴെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. റിമൈൻഡർ ഇല്ലാതെ മുകളിലും താഴെയും ഏതെങ്കിലും സംഖ്യനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതിനുകൊണ്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യണ്ടേ? അങ്ങനെയല്ലേ വെട്ടി ചെറുതാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി, മുകളിലും താഴെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ മുകളിലും താഴെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. 135നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയും മക്കളെ? സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്തൂടെ? എല്ലാവർക്കും ഡിവൈഡ് ചെയ്യാൻ അറിയില്ലേ? നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കപ്പം 27 ഉത്തരം കിട്ടും. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 72 എന്ന് കിട്ടും. മക്കളെല്ലാവരും ഡിവൈഡ് നോക്കിക്കേ, 72 എന്ന് കിട്ടും. ഇനി നോക്കിയേ ഇതിപ്പോൾ 135/360 എന്നുള്ളത് 27/72 എന്നുള്ള അത്രയും ചെറുതായി. ഇനി വീണ്ടും ചെറുതാക്കണം. വീണ്ടും മുകളിലും താഴെ ഏതെങ്കിലും സംഖ്യനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. നോക്കിയേ, താഴെയുള്ളത് ഇരട്ട സംഖ്യയാണ്, മുകളിലത് ഇരട്ട സംഖ്യയാണോ? മുകളിലുള്ള അവസാന ഡിജിറ്റ് ലാസ്റ്റ് അക്കം ഇരട്ട സംഖ്യയാണോ? അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. ഈ നോക്കുക, താഴെയും മുകളിൽ അവസാനത്തെ അക്കം 0, 5 ഇവയാണോ നോക്കണ്ടേ? ഇത് 0, 5 ഇതിലേതെങ്കിലും ഒന്നാണോ? അല്ല. അതുകൊണ്ട് അപ്പം തന്നെ നമുക്കറിയാം, ആ സമയം തന്നെ നമുക്ക് പറയാം മുകളിലും താഴെയും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇത് 2ലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ ചെയ്യുക? അപ്പം നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ അറിയാൻ നോക്കുക. ഇവിടെ തന്ന 2 അക്കങ്ങളും കൂട്ടി നോക്കുക. ഇവിടെ ഏതൊക്കെ അക്കങ്ങളെ? 2 കൊണ്ട് 7 ഉണ്ട് അല്ലേ? അത് കൂട്ടി നോക്കുമ്പോൾ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ഏതെങ്കിലും സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ആ സംഖ്യനെയെന്ന് മനസ്സിലാക്കണം. 2 7 2 7 കൂട്ടിയാൽ എന്താ? 9. ഇത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലല്ലേ? 3 3 9 അല്ലേ? 3 × 3 9 അല്ലേ? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലല്ലേ? ആണ്. അപ്പോൾ നമുക്ക് പറയാം മുകളിലുള്ള സംഖ്യനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. താഴെയുള്ള സംഖ്യനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിലേ 3 കൊണ്ട് മുകളിലും താഴെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, എന്നാലും വെട്ടി ചെറുതാക്കാവൂ അല്ലേ? അപ്പോൾ താഴെയുള്ള സംഖ്യന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണ്ടേ? താഴെയുള്ളത് ഏതാ? 72. അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ നോക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് സംഖ്യകൾ? 7ഉം 2ഉം കൂട്ടി നോക്കുക. 72ൽ എന്തൊക്കെയുള്ളത്? 7 ഉണ്ട്, 2 അല്ലേ? 7ഉം 2ഉം കൂട്ടി നോക്കിയാൽ എന്താ? 9. അതും 9 ആണ്. അതും 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ സംഖ്യയല്ലേ 9? നമ്മളിപ്പണ്ട് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? 9 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലതാണ്. അപ്പോൾ 27നും 72നും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മുകളിൽ എന്തായി? 3 കൊണ്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. മുകളിൽ എന്തായി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രേ? 9 കിട്ടും. 72നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 24 കിട്ടും. നമ്മൾ 135/360 എന്നുള്ളതിനെ വെട്ടി ചെറുതാക്കി 9/24 എന്നാക്കി. 9/24
24 എന്നാക്കി. ഇത് നോക്കിയേ. അപ്പം നിങ്ങൾ വിചാരിക്കും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കട്ടോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, മിക്ക സംഖ്യയും പറ്റും. ഇത് ഇങ്ങനെ ഏങ്കിൾ കാണുന്ന മിക്ക സംഖ്യയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ മിക്കവാറും ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ 9/24 ഇതിന് നമ്മൾ അതേപോലെ ചെയ്ത് നോക്കുക. എന്താ ചെയ്യേണ്ടത്? മുകളിലും തായും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇതിന് അവസാനത്തെ അക്കം 4, അത് ഇരട്ട സംഖ്യയാണ്, അത് ഇതിലുള്ളതാണ് അല്ലേ, 4 ഇവിടെ ഉണ്ട്. ഇനി മുകളിലും അതേപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? മുകളിൽ ഏതാ? 9 ആണ്, അത് ഇരട്ട സംഖ്യയാണോ? അല്ല, 9 ഇരട്ട സംഖ്യയല്ല. അതുകൊണ്ട് നമുക്ക് പറയാം താഴെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ മുകളിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് 2 കൊണ്ട് വെട്ടി ചെറുതാക്കാൻ പറ്റൂല. പിന്നെ ഏതാ? ഇത് അവസാനത്തൊക്കെ 0 അല്ലെങ്കിൽ 5 ആണോ? അതുമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഏതാ ഉള്ളത്? 3 ഉണ്ട്. 3ന്റെ ഡിവൈസിബിൾ ആണോ നമ്മളെങ്ങനെ നോക്കുക? 9 3ന്റെ ഗുണനപ്പട്ടിക ഉള്ളതാണ്. 24ഉം 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉള്ളതാണ്. അത് കൂട്ടി നോക്കിയാലും കിട്ടും. 2ഉം 4ഉം കൂട്ടിയാൽ എത്ര? 6. 2ഉം 4ഉം കൂട്ടിയാൽ 6. 6 3ന്റെ ഡിവിഷൻ ടേബിളിലാണോ മൾട്ടിപ്പിൾ ടേബിളിലാണോ? ആണ്. മുകളിൽ എന്തായി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലായില്ലേ? മുകളിൽ എന്തായി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര? ഡിവൈഡ് ചെയ്ത് നോക്കി മക്കളെ, 3 കിട്ടും. 24ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 8 കിട്ടും. നമ്മൾ നോക്കി ഇതിന് ഇത്രയും വെട്ടി ചെറുതാക്കി, ഇത്രയും ഒക്കെ വെട്ടി ചെറുതാക്കി വന്നിട്ടോ. ഇത്രയും വെട്ടി ചെറുതാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ 135/360 നമ്മൾ 3/8 എന്നുള്ള രീതിയിൽ വെട്ടി ചെറുതാക്കി അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹോംവർക്ക് തരട്ടെ. ഇതിന് ഉത്തരം മക്കൾ എല്ലാവരും ചെയ്തു നോക്കുക. പിന്നെ കമൻറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമെങ്കിൽ എല്ലാ മക്കളും കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് ഇനി വരും. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് അടിക്കുക, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ ഈ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. എല്ലാ മക്കളും അത് ചെയ്യില്ലേ? എല്ലാവരും നല്ല ഉഷാറുള്ള മക്കളാണല്ലേ? അങ്ങനെയാണ് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ ബൈ.